പേരാവൂർ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഉരുക്കുകോട്ടയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് തന്നെ വിധി തേടും. സണ്ണി ജോസഫിനെ വീഴ്ത്താൻ CPM അവിടെ അവതരിപ്പിക്കുന്നത് മറ്റാരെയുമല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ എന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയെയാണ്. ആദ്യഘട്ടത്തിൽ പിണറായി പക്ഷം വെട്ടിനിരത്തിയതാണ് ശൈലജയെ. പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിൽ ശൈലജ പൊട്ടിത്തെറിച്ചിരുന്നു. മട്ടന്നൂരിൽ നിന്നാൽ ശൈലജയ്ക്ക് ജയം ഉറപ്പാണെന്നിരിക്കെ ഒഴിവാക്കാനുള്ള ഏക പോംവഴിയാണ് പേരാവൂരിലേക്ക് നാട് കടത്തുക എന്നത്. നേരത്തെ വടകരയിൽ ഷാഫി പറവലിന്റെ തേരോട്ടത്തിൽ തകർന്നുപോയ ശൈലജ വീണ്ടും ഒരു ബലിമൃഗമാകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ഇത്തവണ ശൈലജയെ പാർട്ടി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ജനപിന്തുണയുള്ള നേതാവിനെ ഒഴിവാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകടിപ്പിച്ചിരുന്നു. മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ ശൈലജയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. 2 ടേം മാനദണ്ഡത്തിന്റെ പേരിൽ ഇത്തവണ മാറ്റി നിർത്തുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ശൈലജയുടെ പേരും ഉയർന്നിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ മട്ടന്നൂരിൽ ശൈലജയുടെ പേരുണ്ടായിരുന്നില്ല. ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും ഉറച്ച സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം ജയം ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ വ്യവസ്ഥയിൽ ഇളവ് നൽകാമെന്ന തീരുമാനവും ഉണ്ടാവുകയായിരുന്നു. എന്നാൽ ശൈലജയെ മത്സരിപ്പിക്കണമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായി വിവരമുണ്ടായിരുന്നു. 5 തവണ മത്സരിച്ച ശൈലജ 4 ജയത്തോടെ 20 വർഷം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളിലായിരുന്നു ജയങ്ങൾ. 1996-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലുമായിരുന്നു അംഗം വെട്ടിയത്. 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. RSPയിലെ ഇല്ലിക്കൽ അഗസ്റ്റിയായിരുന്നു എതിരാളി. 2016-ൽ കൂത്തുപറമ്പിൽ നിന്ന് 12,291 വോട്ടിനും വിജയിച്ചു. JDUവിലെ KP മോഹനനായിരുന്നു എതിരാളി. 2011-ൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫിനോട് 3,440 വോട്ടിന് പരാജയപ്പെട്ടു. 2006-ൽ പേരാവൂരിൽ 9,099 വോട്ടിന് വിജയിച്ചതിന് പിന്നാലെയാണ് ഇന്നത്തെ KPCC പ്രസിഡന്റിനോട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അന്ന് തോറ്റത്. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്ന് പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016-ലും 2021-ലും പാർട്ടിയിൽ നിന്ന് ഉയർന്നെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുകയായിരുന്നു. ഇനിയും പാർട്ടിയുടെ ആ സുരക്ഷ ശൈലജയ്ക്കുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ് CPM നൽകിയതോടെയാണ് പേരാവൂരിലേക്ക് നാട് കടത്തിയത്. സണ്ണി ജോസഫിലേക്ക് വന്നാൽ 1970-ൽ KSU പ്രവർത്തകനായിട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനം. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലും പിന്നീട് കാലിക്കറ്റ് സർവകലാശാല യൂണിയനിലും അംഗമായി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് സണ്ണി ജോസഫ്. 2001-ൽ സുധാകരൻ സ്ഥാനമൊഴിയുമ്പോഴാണ് സണ്ണി ജോസഫ് കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറുമ്പോഴും പിൻഗാമിയാകാനുള്ള നിയോഗം സണ്ണി ജോസഫിനായിരുന്നു. 40 വർഷത്തിലധികം പാർട്ടിയിൽ പ്രവർത്തിച്ച ശേഷം 2011-ലാണ് സണ്ണി ജോസഫ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്നി മത്സരത്തിൽ തന്നെ അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടുകയായിരുന്നു. KK ശൈലജ വരുന്നുവെന്ന വാർത്തകളോട് പൊട്ടിച്ചിരിച്ചാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. KK ശൈലജ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങ് 2011 മത്സരിച്ച് ആണ് അവിടേക്ക് വീണ്ടും ശൈലജ. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലമാണ്. വരട്ടെ. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് ഇവിടെയുണ്ട്. UDF LDFന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 പഞ്ചായത്ത് കിട്ടി. കൊണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിൽ 11-ലൊരു മത്സരം നടന്നു. നിത മത്സരം കൊണ്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. എന്തോ UDFന് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. കാത്തിരുന്ന് കാണാം. അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. 11-ൽ തോറ്റു, പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റു. അതുകൊണ്ട് അത് കൂടെ കൂട്ടി വായിക്കാം നമുക്ക്. ശരി, കാണാം.